ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിവരത്തിലേക്ക് നമ്മൾ സാവധാനം കടക്കുകയാണ്. ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. ഒടുവിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിവരം ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. ആ വിവരം നമ്മൾ അല്പസമയത്തിനുള്ളിൽ സ്ഥിരീകരിക്കും. നിർണായകമായൊരു വിവരമാണ്. 4:15 മുതൽ നമ്മൾ രാവിലെ സംപ്രേഷണം തുടങ്ങി 7:30 ആ വാർത്ത നമ്മളടക്കം ബ്രേക്ക് ചെയ്തതാണ്. റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്ത വലിയ വാർത്തയിൽ ഇപ്പോൾ ടേണിംഗ് ഉണ്ടാവുന്നു. ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നിർണായകമായൊരു മൊഴി അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു. ഇയാൾ അവിടെ നിന്ന് പുറത്ത് ചാടുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഒരാൾ കണ്ടിരുന്നു എന്ന തരത്തിലുള്ള വിവരം വന്നു. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അല്പസമയത്തുള്ളിൽ നമ്മൾ ഇത് സ്ഥിരീകരിക്കാം. VS രഞ്ജിത്ത്, നമുക്ക് സ്ഥിരീകരിക്കാമോ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിട്ടുണ്ടോ? ഡോക്ടർ അരുൺ, ഗോവിന്ദച്ചാമി പിടിയിലായി എന്നുള്ള സ്ഥിരീകരിക്കാത്ത ഒരു വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പല ഭാഗത്തും നടത്തിയിരുന്നു. അതിൽ കണ്ണൂർ ജില്ലക്കകത്ത് വെച്ച് തന്നെ ഗോവിന്ദച്ചാമി പിടിയിലായി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഘട്ടത്തിൽ വലിയ പരിശോധന രാവിലെ തൊട്ട് തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ ഗോവിന്ദച്ചാമി പിടിയിലായി എന്നുള്ളതാണ്. പക്ഷേ പോലീസ് വൃത്തങ്ങൾ പൂർണ്ണമായും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. എവിടെ വെച്ചാണ് ഗോവിന്ദച്ചാമി പിടിയിലാകുന്നത് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരാനുണ്ട്. ഏതായാലും ഈ മണിക്കൂറുകൾ വളരെ നിർണായകമായ മണിക്കൂറുകളായിരുന്നു. ആദ്യത്തെ 4 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു പ്രതിയെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് കടന്നുപോയത്. ആ മണിക്കൂറുകളിൽ തന്നെ തടയാൻ സാധിച്ചാൽ ഗോവിന്ദച്ചാമി ജില്ല വിട്ടുപോകുന്നതും അതിർത്തി വിട്ടുപോകുന്നതും തടയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഗോൾഡൻ ഹവേഴ്സ് പോലീസ് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഗോൾഡൻ ഹവേഴ്സിലുള്ള പോലീസിൻ്റെ ഇടപെടലിലൂടെ ഗോവിന്ദച്ചാമി പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ചും നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ സ്ഥിരീകരണം വരണം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പല ഭാഗത്തും സമാന്തരമായ തിരച്ചിലുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ തിരച്ചിലുകളൊക്കെ അവസാനിപ്പിക്കാനും ഗോവിന്ദച്ചാമി പിടിയിലായി എന്നുള്ളതാണ്. കാരണം പോലീസിനെ സംബന്ധിച്ചും ജയിൽ അധികൃതരെ സംബന്ധിച്ചൊക്കെ വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ജയിലിൽ ഇത്രയും സുരക്ഷിതമായ ഒരു മേഖലയിൽ നിന്ന് ഒരു പ്രതി, അതും ഒരു കൊടും കുറ്റവാളിയും ജയിൽ ചാടി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജയിൽ അധികൃതർക്ക് വലിയ തോതിലുള്ള നാണക്കേടുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ജയിൽ DGP ഉൾപ്പെടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജയിൽ DGPയുടെ സന്ദർശനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ജയിലിൽ നിന്ന് ഒരു കുറ്റവാളി ചാടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് ജയിൽ അധികൃതർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ഇത്തരത്തിൽ ആ ഗോൾഡൻ ഹവേഴ്സ് ഉപയോഗപ്പെടുത്തി കുറ്റവാളിയെ പിടികൂടാൻ ഉള്ള ഒരു ശ്രമം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ പിടികൂടിയത് എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് നൽകേണ്ടതുണ്ട്. മുൾമുനയിൽ നിർത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി. എന്തായാലും വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ അതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചതിന് ശേഷം ഏകദേശം 2 മണിക്കൂർ 52 മിനിറ്റിനുള്ളിൽ തന്നെ ഗോവിന്ദച്ചാമിയെ കണ്ണൂരിൽ നിന്ന് തന്നെ പൊക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഗോവിന്ദച്ചാമിയെ പോലീസ് പിടികൂടി എന്ന സ്ഥിരീകരിക്കാത്ത വിവരമാണ്. നമുക്കിനി ഔദ്യോഗികമായത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധിയും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്.